അങ്ങയോട് ക്ഷമിച്ചാലും പിതാശ്രീ, നമുക്ക് അങ്ങയോട് എല്ലാ സത്യങ്ങളും ഇപ്പൊ വ്യക്തമാക്കാൻ കഴിയില്ല. അഥവാ അങ്ങ് സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങ് ഇനിയും അസ്വസ്ഥനായി മാറുന്നതാണ്. വരൂ പുത്രി, ഇവിടെ വരൂ. വരൂ. ഇതെന്താണ്? മഹാരാജൻ, ഇത് കണ്ടാലും ഇതെന്താണ് ജ്യേഷ്ഠത്തി? നോക്കൂ, പുത്രിയെ ഒഴിയാൻ കൊണ്ടുവന്ന മുളകിൽ നിന്ന് എന്താണ് പുറത്തു വരുന്നത്? അങ്ങേക്കും അത് മനസ്സിലാകുന്നില്ലേ മഹാരാജൻ? നാം അത് തന്നെയാണ് പറഞ്ഞത്. ജ്യേഷ്ഠത്തിയുടെ മാനസിക നില തെറ്റിയിരിക്കുന്നു. ജ്യേഷ്ഠത്തി ഇപ്പോൾ ഏതോ ഒരു ഭ്രമത്തിന്റെ ഇരയായി മാറിയിരിക്കുകയാണ്. കണ്ടില്ലേ രാത്രിയിൽ ആരോടും പറയാതെ പുറത്തുപോയത്? അല്ല, ഇനി ജ്യേഷ്ഠത്തിയുടെ മേൽ എന്തെങ്കിലും ദുഷ്ടശക്തിയുടെ പ്രഭാവം ഉണ്ടാവുമോ? കൊള്ളാം, കുമാരൻ കൃത്യസമയത്ത് തന്നെ ശരിയായ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. നമ്മുടെ പുത്രൻ വാസ്തവത്തിൽ വലിയ ബുദ്ധിമാൻ തന്നെ. അത് സത്യമാണ്, വളരെ സത്യമാണ് പുത്ര. മഹാരാജൻ, അപ്രകാരമാണെങ്കിൽ രൂപവതിയെ അധികകാലം ഇവിടെ നിർത്തുന്നത് ഉചിതമല്ല. കഴിയുന്നത്രയും വേഗം നമുക്ക് സ്വയംവരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അവളെ രൂപനഗരത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടതാണ്. മഹാരാജൻ, അപ്രകാരമാണെങ്കിൽ രൂപവതിയെ അധികകാലം ഇവിടെ നിർത്തുന്നത് ഉചിതമല്ല. കഴിയുന്നത്രയും വേഗം നമുക്ക് സ്വയംവരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അവളെ രൂപനഗരത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടതാണ്. നമുക്കിപ്പോൾ തോന്നുന്നത് സത്യത്തിൽ അവളുടെ മേൽ ആരുടെയോ അശുഭദൃഷ്ടി പതിഞ്ഞിട്ടുണ്ട്. അശുഭദൃഷ്ടി? നമ്മുടെ മേൽ ആരാണ് അശുഭദൃഷ്ടി പതിപ്പിക്കുന്നത്? ഇത് നോക്ക്, വീണ്ടും ബാലിശമായ കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ നീ മുതിർന്നു കഴിഞ്ഞു പുത്രി. 2 ദിവസം കഴിഞ്ഞ് നിന്റെ വിവാഹമാണ്. അതുപോലെ നീ ഈ രൂപനഗരത്തിന്റെ രാജകുമാരിയാണ്. നമ്മുടെ രാജ്യത്ത് നിന്റെ മേൽ ദൃഷ്ടി പതിപ്പിക്കാനാണോ ആളുകളില്ലാത്തത്? ഇത്ര പെട്ടെന്ന് എല്ലാവരും സ്വയംവരത്തിന്റെ കാര്യം പറയുന്നത് എന്തായിരിക്കും? ഒരുപക്ഷെ ഇതിൽ കുമാരന്റെയും കുമാരന്റെ പിതാശ്രീയുടെയും ഗൂഢാലോചനയുണ്ടായിരിക്കുമോ? 4 ദിക്കിലും എന്തെല്ലാം സംഘർഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് പ്രധാനം സ്വയംവരം നടത്തുന്നതാണോ? നമുക്കിത് പിന്നീട് ആലോചിക്കാവുന്ന കാര്യമല്ലേ? അതെ 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 അതെ, സ്വയംവരം ഒരു ശുഭകാര്യമാണല്ലോ. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു അഹിതം സംഭവിച്ചാൽ? അപ്രകാരം ഒന്നും സംഭവിക്കാൻ പാടില്ല. അതിനുവേണ്ടിയാണ് നാം സ്വയംവരത്തിന്റെ കാര്യം പറയുന്നത്. ഈ പ്രതാപൻ പറയുന്നത് ശരിയാണോ? ഒരു വശത്താണെങ്കിൽ സ്വയംവരത്തിന്റെ സൂചന, മറുവശത്താകട്ടെ കുമാരൻ ഉന്നയിച്ച യുക്തിയും. ഏതായിരിക്കും ഇതിൽ ശരി? മഹാരാജൻ, അഥവാ അങ്ങ് നമുക്ക് ഒരു തവണ അനുവാദം നിങ്ങളെല്ലാവരും നമുക്കൊരല്പം സമയം തരൂ. രൂപവതിയുടെ കാര്യത്തിൽ നാം ഒരു വിധത്തിലും തിടക്കം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പോകൂ, എല്ലാവരും സ്വന്തം മറകളിലേക്ക് പോകൂ. നേരം പുലരാൻ പോവുകയാണ്. പുത്രി രൂപവതി, നീയും പോകൂ. ചെന്ന് നന്നായി വിശ്രമിക്കൂ. വരൂ പുത്രി, വരൂ. ഇല്ല, ഇവിടെ ആർക്കെങ്കിലും അറിയാമെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നന്നായി അറിയാം. നമ്മുടെ പിതാശ്രീ ആപത്തിലാണ്. നമുക്ക് വിവാഹം ചെയ്ത് എങ്ങനെ പോകാനാകും? ഇനിയും സ്വയംവരത്തിന്റെ കാര്യം
പറയാൻ നാം അനുവദിക്കില്ല. രാജൻ, അങ്ങ് വേണ്ടതുപോലെ നന്നായി ചിന്തിച്ചുകൊള്ളൂ. നാം തടസ്സമായി വരില്ല. പക്ഷെ എത്രയും വേഗം തീരുമാനമെടുത്തേ മതിയാകും. ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്. നമ്മുടെ പുത്രി രൂപവതിയുടെ മേൽ ഏതോ ഭീകരമായ ആപത്ത് ബാധിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് അവസരം ജ്യേഷ്ഠ. ഈ അവസരം നമ്മുടെ കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താ, സത്യമല്ലേ അത്? ഇവരെന്ത് കാര്യമാണ് പറയുന്നത്? ഇവർ രൂപവതിയുടെ നാശത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർ പുതിയ പദ്ധതി എന്തെങ്കിലും ആലോചിക്കുകയാണോ? രാജപുരോഹിതനിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹത്തിനല്ലാതെ നമ്മുടെ ഈ ആശങ്കയകറ്റാൻ മറ്റാർക്കുമാവില്ല. മഹാരാജൻ വിജയിക്കട്ടെ. എന്തു പറ്റി മഹാരാജൻ? അങ്ങ് അപ്രതീക്ഷിതമായി നമ്മെ ഇവിടേക്ക് അടിയന്തര ചർച്ചയ്ക്കായി വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തിനാണ്? എല്ലാം ഉചിതം തന്നെയല്ലേ? ആദ്യം അങ്ങയുടെ ഇരിപ്പിടത്തിലിരുന്നാലും രാജപുരോഹിത. രാജപുരോഹിത, നാം നമ്മുടെ പുത്രി രൂപവതിയുടെ ഭാവിയെക്കുറിച്ചോർത്ത് ആശങ്കാകുലനാണ്. അങ്ങ് ദയവ് ചെയ്ത് നമ്മുടെ ആശങ്ക അകറ്റി തന്നാലും. ഇത് സ്വീകരിക്കൂ. രൂപവതിയുടെ ജാതകമാണിത്. അങ്ങ് അവളുടെ ഗ്രഹനില നോക്കി നമ്മോട് കാര്യങ്ങൾ വിശദീകരിച്ചു തന്നാലും. തീർച്ചയായും മഹാരാജൻ.